അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. രണ്ടാം ക്ലാസ്സിലെ ഫിഖഹിൻ്റെ പാദവാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒന്ന്, യോജിപ്പിക്കാം. അതിലൊന്ന് ഷഹാദത്ത് കലിമ. അതിൻ്റെ ആൻസർ ആ ബോക്സിലുണ്ട്, അത് ഇങ്ങോട്ട് എടുത്ത് എഴുതാനുള്ളതാണ്. ബോക്സിലുള്ളത് ചെയ്യുക, 5 സമയം, 2 ആകുന്നു, നോമ്പ് നോൽക്കൽ, കൊടുക്കുക 5 ആകുന്നു. അപ്പോൾ ഷഹാദത്ത് കലിമ 2 ആകുന്നു. 2 സക്കാത്ത് കൊടുക്കുക, സക്കാത്ത് കൊടുക്കുക. 3 ഹജ്ജ് ചെയ്യുക. 4 ഇസ്ലാം കാര്യങ്ങൾ 5 ആകുന്നു. നിസ്കാരം 5 സമയം, റമദാൻ മാസം മുഴുവനും നോമ്പ് നോൽക്കൽ. ആ ബോക്സിലുള്ളത് ഈ ഡോട്ടിട്ട ആ സ്ഥലത്തേക്ക് എഴുതി കൊടുക്കുക, ശരിയായതിന് നേരെ എഴുതി കൊടുക്കുക. 2 കള്ളികളിൽ നിസ്കാരത്തിൻ്റെ പേര് എഴുതാം. ഒന്നാമത്തെ എഴുതി കൊടുത്തിട്ടുണ്ട് ളുഹർ. അപ്പോൾ രണ്ടാമത്തെ എന്താണ്? അസുർ. മൂന്നാമത്തത് മഗ്രിബ്. നാലാമത്തത് ഇശാ. 5 സുബ്ഹ്. അതവിടെ തെറ്റുകൂടാതെ എഴുതി കൊടുക്കുക. 3 പൂർത്തിയാക്കാം. നിസ്കാരം ഏറെ പുണ്യമുള്ള ഡാഷ് ഇബാദത്താണ്. നിസ്കരിക്കുന്നവനെ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുല്ലാഹ്, മുഹമ്മദർ റസൂലുല്ലാഹ്. അത് പൂരിപ്പിച്ച് കൊടുക്കുക. അടുത്തത് ഉത്തരം എഴുതാം. വുളൂഇൽ വലതുകാൽ ഏതുവരെ കഴുകണം? വലതുകാല് ഞെരിയാണി ഉൾപ്പെടെ കഴുകണം. വുളൂഇൽ വലതു കൈ ഏതുവരെ കഴുകണം? വലതു കൈ മുട്ട് ഉൾപ്പെടെ കഴുകണം. വുളൂഇൽ വായിൽ വെള്ളം കൊപ്പിളിക്കുന്നതോടൊപ്പം എന്ത് ചെയ്യണം? മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യണം. മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യണം. 5 പൂരിപ്പിക്കാം. തീർച്ചയായും അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹൻ, അവിടെ എഴുതി കൊടുക്കുക, ഇബാദത്തിന് അർഹൻ മറ്റാരുമില്ലെന്ന് ഞാൻ മനസ്സിൽ, അത് എഴുതി കൊടുക്കുക, ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു വ്യക്തമാക്കി പറയുന്നു. അടുത്തത് തീർച്ചയായും മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ, അപ്പോൾ അള്ളാഹുവിന് എഴുതി കൊടുക്കുക, അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് ഞാൻ മനസ്സിൽ, അവിടെ എഴുതി കൊടുക്കുക, മനസ്സിൽ ഉറപ്പിച്ച് വ്യക്തമാക്കി പറയുകയും ചെയ്യുന്നു. അത് പൂരിപ്പിച്ചു കൊടുക്കുക. മനസ്സിലായെന്ന് കരുതുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.